എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 6 വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ആദ്യം എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് നോൺസ്റ്റ് ഇക്വേഷനാണ്. അപ്പം നോൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ നോൺസ്റ്റ് ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അയോണിൻ്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഒരു അയോണിൻ്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒന്ന് എഴുതി നോക്കാം. അതായത് നമുക്കിവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. 1 മോളാർ ഒഴിച്ച് ബാക്കി ഏത് കോൺസെൻട്രേഷൻ്റെയും നോൺസ്റ്റ് ഇക്വേഷൻ കാണിട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഞാനിവിടെ എഴുതാം ഓരോ കാര്യങ്ങളും. ഫോർ എനി കോൺസെൻട്രേഷൻ അതർ ദാൻ 1 മോളാർ, ഒരു മോളാറിൻ്റെ കോൺസെൻട്രേഷൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്കുള്ളത്, ബാക്കി കോൺസെൻട്രേഷൻസിൻ്റെ നോൺസ്റ്റ് ഇക്വേഷൻ കാണാനാണ്. നോൺസ്റ്റ് ഇക്വേഷൻ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് റിഡക്ഷൻ റിയാക്ഷൻ എടുക്കാം. ഫോർ റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ ആകുമ്പോൾ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ജനറൽ ടേമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മെറ്റൽ എടുത്തു, Mn+ ഇലക്ട്രോണിനെ വാങ്ങുന്നതാണല്ലോ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ Mn+ n ഇലക്ട്രോൺ gives M. ഇതാണല്ലോ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ നോൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ Mn+m റിഡക്ഷൻ പൊട്ടൻഷ്യലാണല്ലോ. അപ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ്റെ സെൽ റെപ്രസെൻറ്റേഷനും പിന്നെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്നതുകൊണ്ട് E എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഈ Mn+m is equal to E0Mn+m plus RT/NF ln of concentration of Mn+ by concentration of M. ഇതാണ് നമ്മുടെ നോൺസ്റ്റ് ഇക്വേഷൻ. ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ നോൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. Mn+m is equal to E0Mn+m. അപ്പോൾ സാധാ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് RT/NF ln ഓഫ് സാധാ നാച്ചുറൽ ലോഗ് ln ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Mn+, അതായത് ഇത് ആരായി മാറിയില്ലേ. അപ്പോൾ അതിൽ Mn+ അയോൺ ബൈ അതിൻ്റെ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ. ഇതാണ് ആ നമ്മൾ പറഞ്ഞുള്ളൂ, അയോണിൻ്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് ഇത്. അപ്പോൾ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് നോൺസ്റ്റ് ഇക്വേഷൻ കാണാനുള്ളതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഒരു തരത്തിൽ ഇങ്ങനെ എഴുതാം. വേറൊരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Mn+m is equal to, ഇതൊക്കെ സെയിം തന്നെ, E0Mn+m മൈനസ് RT/NF ln of concentration of M by concentration of Mn+. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ താഴെയായിരുന്നു, ഇവിടെ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ മുകളിലായി. അപ്പോൾ നമ്മൾ ഒരു ഡിനോമിനേറ്ററിൽ നിന്നുള്ള വാല്യൂവിൻ്റെ ന്യൂമറേറ്ററിലേക്ക് ഇങ്ങനെ ഒരു റേഷ്യോയിലിരിക്കുന്നത് കേട്ടോ. എല്ലനൊക്കെ നാച്ചുറൽ ലോഗൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ റേഷ്യോനെ ഉൾട്ടയാക്കി എഴുതിയപ്പോൾ നമ്മൾ എന്തായി, ഇവിടെ മൈനസ് കൊടുത്തു. ഇവിടെ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ താഴെയായിരുന്ന സമയത്ത് പ്ലസ് ആയിരുന്നു, മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ മുകളിലേക്ക് വന്നപ്പോൾ മൈനസായി. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇത് വേറെ തരത്തിലുള്ളൊരു ഇക്വേഷൻ. ഇത് രണ്ടും സിമിലറാണ്. പോസിറ്റീവായിട്ടുള്ളത് പഠിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നാച്ചുറൽ ലോഗ് മാറ്റിയിട്ട് LOG ലോഗാക്കാൻ പറ്റും. അപ്പം ഈ നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.303 2.303 ഇൻറ്റു ലോഗ് എന്നാണ് നാച്ചുറൽ ലോഗിൻ്റെ അർത്ഥം.
അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇ ഓഫ് എം എൻ പ്ലസ് ബാർ എം ഇസ് ഈക്വൽ ടു E0 എം എൻ പ്ലസ് ബാർ എം പ്ലസ് 2.303 RT ബൈ NF ലോഗ്, ഞാൻ പോസിറ്റീവ് ഇതിൻ്റെയാണ് കേട്ടോ എഴുതണേ, ലോഗ് എം എൻ പ്ലസ് ബൈ എം. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോരുത്തരും എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ എം എൻ പ്ലസ് ബാർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. E0 എം എൻ പ്ലസ് ബാർ എം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് 8.314 ജൂൾ പെർ കെൽവിൻ മോൾ എന്ന് പറയും. ഓക്കെ, ഗ്യാസ് കോൺസ്റ്റൻ്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. അത് നമ്മളെടുക്കുന്നത് ടീൻ്റെ ടെമ്പറേച്ചർ 298 കെൽവിനാണ്, റൂം ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്. റിഡക്ഷൻ റിയാക്ഷൻ അല്ലേ, അപ്പോൾ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് എൻ. എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 96500 C ആണ്. ഓക്കെ, ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അയോൺ ഇൻ ദ സൊല്യൂഷൻ, അതാണ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺസെൻട്രേഷൻ ഓഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റലിൻ്റെ, പ്യുവർ ആയിട്ടുള്ള മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ. അത് നമ്മൾ സാധാരണ 1 ഈക്വൽ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കണം. ഇങ്ങനെയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കപ്പോൾ ഈ വാല്യൂസൊക്കെ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ അതിനെ ഷോർട്ടാക്കി എഴുതാം നോക്കാം. അപ്പോൾ ഷോർട്ടാക്കി എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കും. ഈ എം എൻ പ്ലസ് ബാർ എം ഇസ് ഈക്വൽ ടു E0 എം എൻ പ്ലസ് ബാർ എം പ്ലസ്, ഇതൊക്കെ കുറച്ച് കോൺസ്റ്റൻസ് ആയിട്ടുള്ള വാല്യൂ ആണല്ലോ, ആറും ടിയും എഫും ഒക്കെ. സോ നമുക്ക് അതിട്ടിട്ട് ലാസ്റ്റ് എടുത്ത് കൊടുത്താൽ മതി 0.0, പക്ഷേ ഡിറൈവ് ചെയ്യുമ്പോൾ എല്ലാതും വേണം കേട്ടോ. 0.059 ബൈ എൻ ലോഗാണ്, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഡെറിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് 1 മോളാർ കോൺസെൻട്രേഷൻ ഒഴിച്ച് ബാക്കിയുള്ള കോൺസെൻട്രേഷൻസിൻ്റെ നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എ റിഡക്ഷൻ റിയാക്ഷൻ വരുന്നത് ഇന്നതാണ് എന്ന് പറയാം. റിയാക്ഷൻ വരുന്നത് നമ്മളൊരു ഒരു ജനറൽ ആയിട്ടുള്ളൊരു സംഭവം എടുത്തു, എം എൻ പ്ലസ് എൻ ഇലക്ട്രോൺ ഗിവിങ് എം ആണ്. സോ അതിൻ്റെ നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് എം എൻ പ്ലസ് ബാർ എം ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം. അത് പോസിറ്റീവ് സിമ്പലിലുള്ളത് ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നെഗറ്റീവ് എഴുതാം. ഡിറൈവ് ചെയ്യുമ്പോൾ എല്ലാം വേണം, നെഗറ്റീവ് ആക്കിയിട്ട് എഴുതാം. ആ നെഗറ്റീവ് ആക്കിയിട്ട് എഴുതുമ്പം എന്ത് ചെയ്യണം, ഉൾട്ടയാക്കാൻ മറക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ മെറ്റൽ താഴെയാണ് വരിക, മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ എൻ കഴിഞ്ഞിട്ടേ എൻ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ താഴെയാണ് വരിക. അതപ്പോൾ അത് മുകളിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ നാച്ചുറൽ ലോഗ് മാറ്റിയിട്ട് സാധാ ലോഗ് കൊണ്ടുവരികയാണെങ്കിൽ 2.303 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വരുന്ന ഇക്വേഷനാണ് ഇത്. ഈ എം എൻ പ്ലസ് ബാർ എം ഇസ് ഈക്വൽ ടു E0 എം എൻ പ്ലസ് ബാർ എം പ്ലസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എന്നാണ്. ഇതിൽ നമ്മൾ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇസ് ദാറ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം. ഇത് ഞാൻ ഡിറൈവ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരണം, എന്നാലേ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. വെറുതെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് സെൽ പൊട്ടൻഷ്യൽ ഫ്രം നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ. നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ എന്ന് നമ്മൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും, സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ ഫോർ എൻ ഇലക്ട്രോഡ് അറിയാം അല്ലേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ അറിയാം. ഇനി സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ നമ്മൾ ഈ നോൺ സ്റ്റോയിക്ക്വേഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. സോ അതിൻ്റെ ഡെറിവേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ഗാൽവാനിക് സെല്ല് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇതിൽ കുറച്ച് വൃത്തിയായിട്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ട. ഒരു ഗാൽവാനിക് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യണു ZN. അപ്പോൾ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ZN2+I സോൾട്ട് ബ്രിഡ്ജ്
Cu2 + Cu ആയി. ഇങ്ങനെയാണല്ലോ സെൽ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഗാൽവാനിക് സെല്ല് കൺസിഡർ ചെയ്തു, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി. ഇനി നമ്മൾ സിങ്ക് ഇലക്ട്രോഡിൻ്റെ നോൺ സ്റ്റിക് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാലോ. ഇങ്ങനെ എഴുതാം: ഫ്രം സിങ്ക് ഇലക്ട്രോഡ് നോൺ സ്റ്റിക് ഇക്വേഷൻ നമ്മളോട് പറഞ്ഞത് നോൺ സ്റ്റിക് ഇക്വേഷൻ എന്ന് സെൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നോൺ സ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ഈ Zn2 + bar Zn is equal to E0 Zn2 + bar Zn plus 2.303 ആണല്ലോ. ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് അയാളുടെ അങ്ങനെ എഴുതാം. പ്ലസ് 2.303/NF ലോഗ്, വേണമെങ്കിൽ മറ്റേത് ഇടുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ്, ഞാൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എടുക്കുന്നതാണ്, Zn2 + കോൺസെൻട്രേഷൻ ഓഫ് Zn. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ Cuൻ്റെ നോക്കുകയാണെങ്കിൽ ഫ്രം കോപ്പർ ഇലക്ട്രോഡ് നോൺ സ്റ്റിക് ഇക്വേഷൻ ഈ Cu2 + bar Cu equals E0 Cu2 + bar Cu plus 2.303 RT/NF log concentration of Cu2 + concentration of Cu. ഓക്കെ, ഇനി നമുക്ക് സെൽ പൊട്ടൻഷ്യലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ സെൽ പൊട്ടൻഷ്യലിൽ നമുക്ക് എന്തറിയാം? ഇക്വേഷൻ ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ആണെന്ന് അറിയാം അല്ലേ. E റൈറ്റ് മൈനസ് E ലെഫ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ റൈറ്റിലുള്ളത് ആരാണ്? കോപ്പർ ഇലക്ട്രോഡാണ് അല്ലെ. ഗാൽവാനിക് സെല്ലിൽ നമുക്കറിയാം റൈറ്റിലുള്ളത് കോപ്പർ ഇലക്ട്രോഡാണ്. അപ്പോൾ എന്താ പറയാം? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ Cu2 + bar Cu മൈനസ് ഈ Zn2 + bar Zn എഴുതിക്കൂടെ എനിക്ക് അങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇവരെല്ലാവരും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ Cu2 + bar Cuൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ Cu2 + bar Cuനെയാണ് നമ്മൾ ഈ വയലറ്റ് കളർ കൊണ്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? E0 Cu2 + bar Cu plus 2.303 പോയിൻറ്റിൻ്റെ RT/NF എന്ന് വരും. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 + കോൺസെൻട്രേഷൻ ഓഫ് Cu മൈനസ്, ഇനി നമുക്കറിയാം ഈ Zn2 + bar Zn വേണ്ടത്. ഈ Zn2 + bar Zn നമുക്ക് നീല കളർ കൊണ്ട് എഴുതാം. ഓക്കെ, നീല. അതെങ്ങനെ വരും? E0 Zn2 + bar Zn നമുക്കൊരു ബ്രാക്കറ്റിലിടാം പ്ലസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 + കോൺസെൻട്രേഷൻ ഓഫ് Zn. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഈ സംഭവത്തിന് നമുക്കിനി കുറച്ച് റീഅറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാം. ആരെ? E0 Cu2+നെയും E0 Zn2+നെയും. അപ്പം കൊണ്ടുവരുമ്പോൾ എങ്ങനെ എഴുതാം? E0 Cu2 + bar Cu മൈനസ് ഉണ്ടല്ലോ, മൈനസ് സിമ്പിൾ ഉണ്ടല്ലോ, E0 Zn2 + bar Zn. അതൊരുമിച്ച് എഴുതി. പ്ലസ് ഈ 2.303 RT log NFും ഇവരും ഇതിനെ ഒരുമിച്ച് എഴുതിക്കൂടെ? കാരണം കോമൺ ആയിട്ട് 2.303 RT/NF ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് എഴുതണേ. 2.303 പോയിൻറ്റിൻ്റെ RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2 +
ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് സിമ്പിളാണല്ലോ. നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോസിറ്റീവായിട്ടാണ് എഴുതുന്നത്. അപ്പം ഇവിടെ 4 സിമ്പിൾ നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Zn ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ എന്ന് എഴുതാം. മനസ്സിലായോ? ഇങ്ങനെയാണ് എഴുതാം പോസിറ്റീവായിട്ട് എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ തന്നെ. ഇ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 സെൽ, കാരണം എന്താ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായില്ലേ, E0 സെൽ പ്ലസ് 2.303 RT ബൈ NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Zn ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ ഗാൽവാനിക് സെല്ലിൽ ഒരു എക്സാമ്പിളായി എടുത്തുകൊണ്ടാണ്. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ വരും എന്ന് പറഞ്ഞുതരാം. ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്, ഈ Cu2+ഉം Zനും ഒക്കെ എന്താണ്, റിയാക്റ്റൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഇപ്പം Cu2+ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോപ്പർ എന്താണ്, Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Cu ആവുകയാണ്. ആൻഡ് സിങ്കിൻ്റെ ഗാൽവാനിക് സെല്ലിൽ സിങ്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സിങ്ക് എന്താവുന്നുണ്ട്, സിങ്ക് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ, Zn2+ + 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോപ്പറും Zn2+ എന്താണ്, പ്രോഡക്റ്റ്സ് ആണ്. ആൻഡ് Cu2+ഉം Zനും എന്താണ്, റിയാക്റ്റൻസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ ഇക്വേഷനിൽ നോക്കൂ, ഈ മുകളിൽ ന്യൂമറേറ്ററിലുള്ള Cu2+ഉം Zനും വരുമ്പോൾ അവരെന്താണ്, അവർ റിയാക്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവർക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് എഴുതിക്കൂടെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്നും ഡിനോമിനേറ്ററിലുള്ളത് Cയും Zn2+ ആണ്. Cയും Zn2+ എന്താണ്, പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്നും എഴുതിക്കൂടെ. അപ്പോൾ അതിൻ്റെ റേഷ്യോ അല്ല ലോഗിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫൈനൽ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെ വരും, E cell is equal to E0 cell plus 2.303 RT by NF log concentration of reactants. ഓക്കെ, എപ്പോഴും നമ്മൾ Zനും Cയും ആവില്ലല്ലോ, വേറെ കേസുകൾ എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇതിന് തന്നെ നെഗറ്റീവ് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ എന്താവും, പ്രോഡക്ട്സ് മേലെയും റിയാക്റ്റൻ്റ് താഴെയാവും. അത്ര ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു ജനറൽ റിയാക്ഷൻ എടുത്തിട്ടുള്ള കേസാണ് അടുത്തത് പറയുന്നത്. ഇപ്പോൾ റിയാക്റ്റൻസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിയാക്ഷൻ തരുമ്പോൾ എഴുതാൻ കൺഫ്യൂസിങ് ആയിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഫോർ എ ജനറൽ റിയാക്ഷൻ. നമ്മളൊരു ജനറൽ റിയാക്ഷൻ എടുക്കുകയാണേ. A plus B giving C plus D. ഇങ്ങനൊരു ജനറൽ റിയാക്ഷൻ എടുത്തു. ഈ റിയാക്ഷൻ്റെ സെൽ പൊട്ടൻഷ്യൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതും, E cell is equal to E0 cell പ്ലസ് ഒന്നല്ലെങ്കിൽ 2.303 RT by NF എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ട് 0.059 by N ലോഗ് പോസിറ്റീവ് അല്ല നമ്മളിവിടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കൊടുക്കണം. ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ റിയാക്റ്റൻ്റ് ഇവിടെ ആരൊക്കെയാണ്, എയും ബിയും ആണ്. അതിൻ്റെ നമ്പർ ഓഫ് മോൾസും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ലോഗ് A⁻⁴ കോൺസെൻട്രേഷൻ ഓഫ് B⁻b ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിന് കോൺസെൻട്രേഷൻ ഓഫ് C⁻c ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻d. ഇതാണ് ഒരു ജനറൽ റിയാക്ഷൻ്റെ ഈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വൃത്തിയായിട്ടെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്, ഇതാണ്. ഓക്കെ, ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ
അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഈ സെല്ല്, അതായത് സെൽ പൊട്ടൻഷ്യൽ കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഒരു ഗാൽവാനിക് സെല്ല് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഒരു സെൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതി. എന്നിട്ട് സിങ്ക് ഇലക്ട്രോഡിനും കോപ്പർ ഇലക്ട്രോഡിനും സെപ്പറേറ്റ് ആയിട്ട് നോൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ള എഴുതി. അതിന്ന് നമ്മൾ ഈ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഇവരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. അത് ഗാൽവാനിക് സെൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. നമുക്ക് ജനറലൈസ്ഡ് ചെയ്തിട്ട് വേണമായിരുന്നു. അപ്പോൾ ജനറലൈസ് ചെയ്ത് വേണം എന്ന് പറഞ്ഞപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് എടുക്കാം. നമ്മളൊരു ജനറൽ റിയാക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേറൊരു ഇക്വേഷനും കൂടി എഴുതി. അതാണ് ഇവിടെ എഴുതിക്കുന്ന റിയാക്ഷൻ. ഓക്കെ, എനിവേസ് എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്നായിരിക്കും ലോഗിൻ്റെ അവിടെ വരാം. ക്ലിയർ ആയി വിചാരിക്കണം. ഇതാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വായിക്കാവുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് EMF ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്താ K, അതും സ്റ്റാൻഡേർഡ് EMF E0 സെല്ലുമായിട്ടുള്ള റിലേഷനാണ് വേണ്ടത്. സോ അതിലിവർ പറയുന്നത് ഇന്ന ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. Zn bar Zn2 plus double bar Cu2 plus bar Cu. As the cell reaction progresses, concentration of solution in the two half cell changes. ആണല്ലോ, സെൽ റിയാക്ഷൻ നടക്കുന്തോറും, സെല്ലിൻ്റെ റിയാക്ഷൻ നടക്കുന്തോറും സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും എന്തോ മാറും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തും, രണ്ടിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ് എത്തും. അപ്പോൾ മാറി എന്താ പറയുക, ഓൾട്ടർ ചെയ്ത് ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തും, അവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ടിൻ്റെ ഈക്വൽ ആവും. ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഇല്ലല്ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ സെൽ റിയാക്ഷൻ നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ വേർഡ്സ് വെച്ചിട്ട് ഇവരുടെ റിലേഷൻ പറയുന്നത്. ഒരു ഗാൽവാനിക് സെൽ എടുത്തു, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി. അപ്പോൾ ഈ സെൽ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യും തോറും സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ രണ്ടിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ ആ സെല്ല് നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്നുള്ളത് പറയും. അപ്പോൾ അവിടുത്തെ E0 സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ആ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഗാൽവാനിക് സെല്ലാണല്ലേ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് എഴുതാം Zn പ്ലസ് Cu2 പ്ലസ് ഗിവിങ് Zn2 പ്ലസ് Cu ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ E സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, E സെൽ ഇസ് ഈക്വൽ ടു ജനറലായിട്ട് E0 സെൽ പ്ലസ് 2.303 RT by NF log concentration of A raised to A. ജനറൽ ആയിട്ടുള്ള കേസാണ് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് B raised to B by concentration of C raised to C into concentration of D raised to D ആണല്ലോ. ഇത് പോസിറ്റീവിൻ്റെ കേസിൽ, നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ടേംസ് ഉൾട്ടയാവും. അപ്പോൾ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ നമുക്ക് ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്, സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് EMF, അതായത് E0 സെല്ലും Kയും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ E0 സെല്ലുള്ളൊരു ജനറൽ റിയാക്ഷൻ നമ്മൾ എഴുതി. ഇനി ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ് ഇക്വിലിബ്രിയം എന്താണ്, ഈ സെല്ല് 0 ആണ്. ഈ സെല്ല് 0 ആണ്. അപ്പോൾ എന്തുണ്ടാവില്ല, ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 0 is equal to E0 സെൽ പ്ലസ് 2.303 RT by NF log concentration of A raised to A and concentration of B raised to B by concentration of C raised to C എന്ന് എഴുതാം, into D raised to D. ഇങ്ങനെ എഴുതാമല്ലോ, ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒന്ന് പോസിറ്റീവായിട്ട് കിട്ടണം. ലൈക്ക് ഇപ്പം ഞാനിതിനെ E0 സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതെന്താവും, നെഗറ്റീവാകും. അപ്പോൾ അത് നമുക്ക് ശരിയാവില്ല. നമുക്ക് എപ്പോഴും EMF പോസിറ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ നെഗറ്റീവ് വേർഷൻ ഉണ്ടല്ലോ, ഇതല്ലാണ്ട്
ഈ ഇവിടെ പ്ലസ്സിന് പകരം മൈനസ് ഉള്ളൊരു ഇക്വേഷൻ E0 സെൽ മൈനസ് 2.303 RT/NF. അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടി വരും? ന്യൂമറേറ്റർ റിയാക്റ്റൻസ് മാറി പ്രോഡക്റ്റ്സ് ആവും അല്ലേ? C⁻C into D⁻D by A⁻A into B⁻B. അതുപോലെ ഇവിടെയും മാറും. C⁻C into D⁻D by A⁻A into B⁻B. ഓക്കെ, അത് നമ്മൾ എന്തിനാണ് ചെയ്യണതെന്ന് മനസ്സിലായല്ലോ. EMF പോസിറ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? E0 സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ലിനെ റൈറ്റിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും എല്ലാവരും, ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം, നമ്മൾ പണ്ട് ഇക്വിലിബ്രിയം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, K ആണ്. ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻D ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, K ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ എപ്പോഴും. അപ്പോൾ K എന്നിട്ട് കൊടുത്തു. അപ്പോൾ E0 സെൽ എന്തായി? 2.303 RT. നമുക്ക് സാധനം കിട്ടിയിട്ടോ, RT/NF log K എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഷോർട്ടാക്കി ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E0 സെൽ ഇസ് ഈക്വൽ ടു 0.059/n log K എന്ന് വരും. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ Kയും E0 സെല്ലും തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ എഴുതാം. ഒരു ജനറൽ ഇക്വേഷൻ, E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT/NF log കോൺസെൻട്രേഷൻ ഓഫ് C⁻C ബൈ. ഇതെടുക്കുകയായിരിക്കും നല്ലത്, കാരണം ഈ മൈനസ് പിന്നീട് ഇവിടെ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ പ്ലസ് ആദ്യം എഴുതിയെന്ന് വെച്ചാൽ പിന്നെ നെഗറ്റീവ് ആവും EMF വരിക, അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ഉള്ള ഇക്വേഷൻ എടുത്തത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയത്തിൽ E സെൽ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ടേം ഓർമ്മയില്ലെങ്കിൽ എല്ലാം തീർന്നു. ഇക്വിലിബ്രിയത്തിൽ E സെൽ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E0 സെൽ ഇസ് ഈക്വൽ ടു 2.303 RT/NF. ഈ ഒരു വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെ K വിളിച്ചു, log K എന്ന് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഷോർട്ടൺ ആക്കിയിട്ട് 0.059/n log K ആണ് E0 സെൽ എന്ന് കിട്ടി. അത് എഴുതുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ എന്താക്കണം? കുറച്ച് എഴുത്തുകളുണ്ട് അല്ലേ, അതും കൂടിയും ഒന്ന് ഇൻക്ലൂഡ് ആക്കണേ. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് EMF ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഗാൽവാനിക് സെൽ എടുത്തു അതിൻ്റെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ സെല്ല് 0 ആണെന്ന് പറയാം, അതായത് സെല്ല് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഡെറിവേഷൻസ് എല്ലാം എഴുതാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ക്ലിയർ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ആൻഡ് സ്റ്റാൻഡേർഡ് EMF, അതായത് ഇപ്പോൾ പറഞ്ഞ E0 സെല്ലും സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി എന്താ? ഗിബ്സ് ഫ്രീ എനർജി G, അതും തമ്മിലുള്ള റിലേഷൻ അതെങ്ങനെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രീ എനർജി എന്താണെന്നാണ് പറയുന്നത്. ഒന്നും കൂടി ഒരു റിമൈൻഡർ പോലെ. സോ ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് ദി എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു എ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അതായത് എത്ര എനർജി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അതിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അത്ര എമൗണ്ട് ഓഫ് എനർജീനെയാണ് ഫ്രീ എനർജി എന്ന് പറയാം. അതിന് ΔG വെച്ചിട്ടാണ് റിപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ΔG ഈസ് ഈക്വൽ ടു W യൂസ്ഫുൾ, അതായത് യൂസ്ഫുൾ വർക്കിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നോൺ എക്സ്പാൻഷൻ വർക്ക്, ഇതൊക്കെ ഈക്വലാണ് ഈ ΔG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വർക്ക് നമ്മുടെ സെല്ലാണല്ലോ ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവാണ് ΔG. ഓക്കെ, അപ്പോൾ ΔG നെഗറ്റീവ് ആവും, നെഗറ്റീവ് W ഇലക്ട്രിക്കൽ എന്നാവും. അപ്പോൾ വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി
flowing through the circuit, product of quantity of electricity flowing through the circuit and EMF of the cell. അതായത് EMF ഇൻറ്റു എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്, ആ സർക്യൂട്ടിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട് ഇൻറ്റു ആ സെല്ലിൻ്റെ EMF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ വർക്ക് ഡൺ കിട്ടും. From 1 mole of electron, the quantity of electricity required is 1 Fahrenheit. Hence, for n moles of electron, the quantity of electricity required is NF. അതായത് ഒരു മോൾ ഇലക്ട്രോൺ ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാവും? 1F ഉണ്ടാവും അല്ലേ. പക്ഷേ n മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ എത്ര എഫ് ഉണ്ടാവും? NF ഉണ്ടാവും അല്ലേ, N ഫാരഡേ ഉണ്ടാവും. അപ്പോൾ ഡെൽറ്റ ജീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു ഇ സെൽ. അതായത് ഈ EMF ഓഫ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സെല്ലാണ്, അതറിയാലോ. ഇ സെൽ ഇൻറ്റു എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, അതൊരു നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും, ഒരു n നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും, ഇൻറ്റു എത്ര കറണ്ട്, അത് എഫ് എമൗണ്ട് കറണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ n ഇൻറ്റു എഫ് എന്നല്ലേ, ഒരു മൈനസ് സിമ്പലും കൂടിയും ഉണ്ടാവും. ഓക്കെ, സോ അത് കാരണം എന്താ, നെഗറ്റീവ് വർക്ക് ഡൺ ബൈ ദ സെല്ലാണെങ്കിൽ ഡെൽറ്റ ജി പറഞ്ഞാൽ മൈനസ് വർക്ക് ഡൺ ആണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, വർക്ക് ഡൺ ബൈ ദ സെല്ലാണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് -W ഇലക്ട്രിക്കൽ എന്നാണ്. അപ്പോൾ ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് -NF ഇ സെൽ എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതുപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -NF E0 സെൽ എന്നും എഴുതാം. ഇനി അടുത്ത ഡെറിവേഷനാണ്, ഡെറിവേഷൻ എന്നല്ല, ഒരു ചെറിയൊരു ലൈക്ക് നമുക്കിപ്പോൾ ഇത്ര അറിയുന്ന റിലേഷൻസ് വെച്ചിട്ടൊരു കോറിലേഷൻ ഉണ്ടാക്കുകയാണ്. അതായത് വരുന്ന ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതായത് ജിയും കെയും തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ E0 സെല്ല് K ആയിട്ടും E0 സെല്ല് G ആയിട്ടും ചെയ്തു. ഇനി ജിയും കെയും തമ്മിലുള്ള റിലേഷൻ. ഇതിനു വേണ്ടി നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ആദ്യം എഴുതണം. ഞാൻ എഴുതി കാണിച്ചു തരാം ഈ സൈഡിലായിട്ട്. നമുക്ക് ഇപ്പോൾ ജിക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പഠിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NF E0 ഇല്ല ഈ സെല്ലെന്ന്. ഓക്കെ, സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ E0 ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -NF E0 സെൽ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ കേക്ക് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? E0 സെൽ ഇസ് ഈക്വൽ ടു 2.303 ബൈ NF ലോഗ് കെ എന്നായിരുന്നു അല്ലേ. സോറി, ഇവിടെ RT ഉണ്ട്. എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താണ് 0.059 ബൈ N ലോഗ് കെ എന്നായിരുന്നു ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ E0 സെല്ലിനെ ഡെൽറ്റ ജിയിൽ കൊണ്ടിടുക. അപ്പം അതായത് ഇതിനെ ഇവിടെ കൊണ്ടിടുക. അപ്പം എന്തുണ്ടാവും? ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -NF ഇൻറ്റു E0 സെല്ലിന് പകരം, അപ്പോൾ ഞാൻ ഈ 2.303 RT ലോഗ് കെ ബൈ NF അതാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ -NF ഇൻറ്റു E0 സെല്ലിന് പകരം 2.303 RT ബൈ NF ലോഗ് കെ. ഓക്കെ, അപ്പോൾ ഈ NFും ഈ NFും ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ, ഇതാണ് നമ്മുടെ മെയിൻ കോറിലേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മളുടെ റിലേഷൻ പഠിച്ചു. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു -2.3 RT ലോഗ് കെ. ഇതാണ് ജിയും കെയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ E0 സെല്ലും കെയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു, E0 സെല്ലും ജിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു, ജിയും കെയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അതാണ് ഈ പെട്ടിയിൽ ഇട്ടേക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഇക്വേഷൻസും പ്രോബ്ലത്തിന് വരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സെൽസ് ഓഫ് ബാറ്ററീസ് പഠിക്കാം. ടിൽ ദെൻ, താങ്ക് യു.